ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പം ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കായിട്ടും സ്റ്റാർട്ടറായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഹോട്ട് മൊസറല്ല ചീസ് ബോൾസ്. അപ്പം അതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ഇരിക്കുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. റെസിപ്പിയിലോട്ട് പോവാം. ഇതൊരു വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം ഒരു സവാള ചെറുതായിട്ട് മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല പൗഡർ 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് സ്വാദിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. ഇതൊരു ടേസ്റ്റിനും കളറിനും വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്, അത് ആവശ്യമനുസരിച്ച്. പിന്നെ ഒറിഗിനോയാണ്, ഇത് 1/4 ടീസ്പൂൺ. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലൊരു മയം കിട്ടത്തുള്ളൂ. നന്നായിട്ട് യോജിപ്പിച്ചു. അതിനുശേഷം ഇത് 3 ടേബിൾ സ്പൂൺ മൈദയാണ്. അതിൽ 1/4 ടീസ്പൂൺ ഉപ്പ്. അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊരു തിക്ക് ബാറ്ററായിട്ട് ചെയ്തെടുക്കണം. ഒരു നല്ല കട്ടിയായിട്ടുള്ള ബാറ്ററാണ് ആവശ്യം. ഒത്തിരി ലൂസ് ആവരുത്. നന്നായിട്ട് മിക്സാക്കി വയ്ക്കാം. ഇതാണ് കറക്റ്റ് ബാറ്ററിൻ്റെ പരുവം. മാറ്റി വയ്ക്കാം. ഇത് മൊസറല്ല ചീസ് ക്യൂബ്സാണ്, ചെറുതായിട്ട് മുറിച്ചെടുത്ത കൊച്ചു ചീസ് കഷ്ണങ്ങൾ. ഇത് കോൺഫ്ലേക്സ് ആണ്, പകുതി പൊടിച്ച കോൺഫ്ലേക്സ്. ഇങ്ങനെ തരിതരിയായിട്ടിരിക്കണം, എന്നാലേ നമ്മുടെ സ്നാക്കിനൊരു ക്രിസ്പിനെസ് കിട്ടത്തുള്ളൂ. അതിനുശേഷം ആദ്യമേ കുഴച്ച് വെച്ചിരിക്കുന്ന ആ മിശ്രിതം കയ്യിലെടുത്ത് നന്നായിട്ടൊരു ബോൾ പരുവത്തിൽ ഉരുട്ടിയെടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കരുത്, എന്നാൽ ഇളകി വരണം. അതിനകത്ത് ഒരു കൊച്ചു കഷ്ണം മൊസറല്ല ചീസ് വെച്ച് നന്നായിട്ട് ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. നല്ല റൗണ്ടായിട്ട് ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഈ ബോള് നമ്മൾ ബാറ്ററിലോട്ടൊന്ന് മുക്കി എല്ലാ സൈഡും ബാറ്റർ ആവുന്ന കൂട്ട് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് കോൺഫ്ലേക്സിലിട്ടൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. എല്ലാ സൈഡും ആ കോൺഫ്ലേക്സ് പറ്റി പിടിക്കുന്ന കൂട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ഫ്ലേക്സ് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. ഇതുപോലെ അടുത്ത ക്യൂബ്സ് റെഡിയാക്കാം. ഇതുപോലെ ബോൾ ഉണ്ടാക്കി ഉരുട്ടി അതിനകത്ത് ഒരു ചീസ് കഷ്ണം വെച്ച് ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. നല്ല ബോൾ പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററിൽ മുക്കാം. ബാറ്ററിൽ മുക്കി ഇത് ഫ്ലേക്സിലിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ ബാക്കിയുള്ള ബോളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാം. പാനൊക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്.
ഓരോന്നിരുന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് മുമ്പേ നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യേണ്ടത്. കാരണം ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യേണ്ടത്. നല്ലൊരു ഗോൾഡൻ കളർ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റാം. ഇനി അടുത്ത സെറ്റ് ബോൾസും കൂടെ എണ്ണയിലിടാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മുടെ ബോളൊക്കെ പെർഫെക്റ്റായിട്ട് മൂത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് തിരിച്ചിടാം. അങ്ങനെ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ മെൽറ്റായി വെളി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതും കൂടെ കോരി മാറ്റി ഒരു പ്ലേറ്റിലിടാം. അങ്ങനെ നമ്മുടെ മൊസറീല ചീസ് ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസിൽ കൂടെ അറിയിക്കണം.